ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സോന. അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗാണ്. ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് നമുക്ക്, എൻ്റെ കസിൻ്റെയാണ്. അപ്പോൾ എറണാകുളത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയാണ്. തീം പറഞ്ഞിരിക്കുന്നത് ബ്ലാക്കാണ്. പക്ഷേ ബ്ലാക്ക് എനിക്ക് പുതിയതൊന്നുമില്ല, ഇത് പഴയൊരു ഡ്രസ്സാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് ഈ ഡ്രസ്സ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിടുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കാണ് പ്രോഗ്രാം. എൻ്റെ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവരെയും വിളിച്ചിട്ടില്ല, കാരണം അവൾക്കിപ്പോൾ ഐ തിങ്ക് 17 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു കഫേയിൽ വെച്ചിട്ട് ഒരു പാർട്ടി, ചെറിയ രീതിയിലുള്ള പാർട്ടി ആയിരുന്നു. നമ്മളെ കസിൻസ് കുറച്ച് പേര് മാത്രം, അങ്ങനെ എല്ലാവരും വിളിച്ചില്ല. അവളുടെ കുറച്ച് ഫ്രണ്ട്സും അങ്ങനെയാണ് നടത്തുന്നത്. നമ്മുടെ എടപ്പള്ളിലുള്ള ഹിഡൻ കഫേയിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പം നമ്മളൊരു 12:30 ടൈമിലൊക്കെ ചെന്നാൽ മതി. ഒരു 3 മണി വരെ ആ ഒരു ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എറണാകുളത്ത് വന്നതിൽ രണ്ടാമത്തെ ഉദ്ദേശം ദിസ് പാർട്ടി. അപ്പോൾ നമ്മൾക്ക് പോണ വഴിയാണ്. ഇവിടെ നിന്ന് ഞാനും അനിയനാണ് പോകുന്നത്, ഉമ്മച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കസിൻസായിട്ട് നമ്മൾ ഒരു കസിൻസ് മാത്രമുള്ള ഒരു വൈബാണ്. അപ്പോൾ നമുക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന പോലെ കാണാം, കുറച്ച് പേരൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ കസിന് വന്നു എന്ന് ഞാൻ പറയില്ലേ, അഞ്ജന, അതായത് മാളു എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ അവൾ വന്നപ്പോൾ നമ്മൾ ഇന്നലെ ജസ്റ്റ് പുറത്ത് പോയിട്ട് അവൾക്ക് പറ്റിയ അങ്ങനെ വലിയ സാധനമൊന്നുമല്ല, കുറച്ച് ഗിഫ്റ്റായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തിട്ട്. അപ്പോൾ അതാണ് കൊടുക്കുന്നത്. പക്ഷെ അത് എനിക്ക് റാപ്പ് ചെയ്ത് എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് ഗിഫ്റ്റ് ബോക്സിലൊക്കെ ഇട്ട് പൊതിഞ്ഞ് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ അവിടെ കുറേ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുന്നത്. ഇവിടെ നിന്നും ഉണ്ടാവും, പക്ഷെ ഉമ്മിച്ചതൊക്കെ കത്തിച്ച് കളഞ്ഞതുകൊണ്ട് റാപ്പ് ചെയ്യാൻ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. നമ്മൾക്ക് നോക്കാം, പോണ വഴിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ബോക്സ് കാര്യങ്ങൾ റാപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ അനിയനുമാണ് ഇവിടെ നിന്ന് വരുന്നത്. ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞ് അനിയന് റെഡി ആവാനാണ്. അവന് എണീക്കണത് തന്നെ ലേറ്റായിട്ടാണ്. ഇപ്പോൾ എണീറ്റുള്ളൂ. ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും ഗൈസ്. അപ്പോൾ ബാക്കി ഇന്നത്തെ വിശേഷം ബർത്ത്ഡേ പാർട്ടീൻ്റെയാണ്. അപ്പോൾ എൻ്റെ വ്ളോഗ് എല്ലാവരും കാണാം. കീപ് വാച്ചിങ്. അങ്ങനെ നമ്മളൊരു 12:15 തന്നെ ഇറങ്ങി. കാരണം നമുക്കൊരു 15 മിനിറ്റ്സ് ട്രാവലുണ്ട്. ഒരു 12:30 ആകുമ്പോൾ എത്താന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയത്. പോണ വഴിക്ക് മഴയൊന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്കെ നേരത്തെ ഇറങ്ങാം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഇറങ്ങി. നമ്മളവിടെ നിന്ന് അടുത്ത് കളമശ്ശേരി കഴിഞ്ഞ് എടപ്പള്ളി ആ ഭാഗത്താണ് നമ്മുടെ ഹിഡൻ കഫേ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തി. പക്ഷേ എനിക്ക് ഡൗട്ടാണ് എല്ലാവരും വന്നു, പക്ഷെ എല്ലാവരും 2-3 പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹലോ, എല്ലാവരും വന്നാടാ? വന്നോ? ബീവി ആൻറ്റി ഉണ്ടാ? അപ്പം നെച്ചു പറഞ്ഞു ബീവി ആൻറ്റി ഇല്ലാന്ന്. സോ ഗൈസ്, നമ്മളങ്ങനെ ഹിഡൻ കഫേയിലെത്തി. ഇതെൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് അമ്മു. ഇത് പിന്നെ അറിയാലോ, ബ്രദറാണ്. സോ ഇതിന് മുമ്പും ഞാനിവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങനെ ഉള്ളിലേക്കൊന്നും അങ്ങനെ നടന്നിട്ടില്ല. ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ രീതിയിലാണ് വന്നത്. ഇതിൻ്റെ ആംബിയൻസ് ആണെങ്കിൽ ഇതിൻ്റെ പച്ചപ്പാണെങ്കിൽ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ വൈബ് എന്ന് പറയുന്നത്. ബ്രദർ സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷം? പിന്നെ എന്താന്ന് വിചാരിച്ചു, ഒരു കട്ടൻ ചായമായിട്ടിരിക്കുന്ന വ്യക്തി. അമ്മയ്ക്കവിടെ അവിടെ ഉച്ചക്ക് വ്ളോഗ്. ഹലോ, കുറേ നാളായല്ലോ. അവിടുത്തെ ഡെക്കോർ വൈസ് ഒന്നും പറയാനില്ല, അടിപൊളി, നല്ല മിനിമലായിട്ട്, എന്നാൽ അത്ര ഡെക്കോർസ് ഒന്നും ഇല്ലാണ്ട് നല്ലൊരു അതിന് പറ്റിയ ആ ഒരു പച്ചപ്പിനും ഇതിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഡെക്കോറായിരുന്നു. അങ്ങനെ നമ്മൾ വന്ന ശേഷമാണ് മിക്കവരും വന്നത്, അതായത് ബർത്ത്ഡേകൾ വന്നതും നമ്മൾ വന്ന ശേഷമാണ്. അവിടെ ഓൾറെഡി വന്ന് ഇവർ ഫ്രണ്ട്സൊക്കെ വന്ന് ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ആയിട്ട് നമുക്ക് കുടിക്കാൻ മുസമ്പിയല്ലല്ലോ, മറ്റേ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് നമുക്ക് അങ്ങനെ കിട്ടിയിരുന്നത്. അങ്ങനെ പിന്നെ ഫോട്ടോഷൂട്ട്, അതിൻ്റെ ഇടയിലും ഫ്രണ്ട്സ് അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നച്ചുവിൻ്റെ ഉമ്മച്ചി സബിത താത്ത, ആളുടെ സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചേലക്കരയിൽ നിന്ന്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് അവരെയൊക്കെ കാണുന്നത്. അപ്പോൾ അവരെയൊക്കെ ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ പിന്നെ അവരുടെയൊക്കെ നെച്ചുവിൻ്റെയൊക്കെ വക കുറച്ച് ഫോട്ടോഷൂട്ട്, നമുക്ക് മെമ്മറീസിൽ എപ്പോഴും വെക്കാൻ പറ്റുന്ന ഒരു ഇതാണല്ലോ ഫോട്ടോ എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെ അവർ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ കോഴ്സായിട്ട് കിട്ടിയിരിക്കുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. അതും അത്യാവശ്യം നല്ല ഇതിൽ തന്നെ നമ്മൾ കഴിച്ചു. കാരണം ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ മെയിൻ കോഴ്സ് കഴിക്കാനായിട്ട് നമുക്ക് വയറുണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വാരി വലിച്ചൊന്നും കഴിച്ചിട്ടില്ല. കുറച്ച് മാത്രം നമ്മളെടുത്ത് 2 പീസൊക്കെ നമ്മളെടുത്ത് കൺട്രോൾ ചെയ്തു. കാരണം മെയിൻ കോഴ്സ് നമുക്ക് കഴിക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് പരിപാടിയാണ് കേക്ക് കട്ടിങ്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും എണീറ്റൊക്കെ നിന്ന്, പിന്നെ നമുക്ക് പാട്ട് വെക്കാനൊരു പരിപാടിയുണ്ട്. പാട്ടും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ കുറച്ചുകൂടെ കളർഫുൾ ആവുമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ പാട്ടൊക്കെ വെക്കാനുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് നെക്സ്റ്റ് ചടങ്ങെന്ന് പറയുന്നത് കേക്ക് കൊടുക്കലാണ്. അപ്പോൾ വന്നവരെല്ലാവരും അവൾക്ക് കേക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടായിരുന്നു. ഇത് നമ്മുടെ പണ്ട് തൊട്ട് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ഫാമിലി ചേച്ചി ആളുടെ മോളും പണ്ട് തൊട്ട് നമ്മുടെ ഒരു നെയ്ബറാണ്. ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ വക ഗിഫ്റ്റ് കൊടുത്തു. ഈ ഗിഫ്റ്റ് കൊടുക്കാൻ നേരത്ത് ഞാൻ മാളുവിനെ മിസ് ചെയ്തു. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്നലെ തലേ ദിവസം പോയിട്ട് ഇതൊക്കെ സെലക്ട് ചെയ്ത് വിളിക്കുക. ഞങ്ങൾ രണ്ടുപേരെ വകയാണ്. പക്ഷേ ആ ടൈമിൽ അവൾക്ക് വരാൻ പറ്റിയില്ല. കാരണം അവൾക്ക് നൈറ്റ് ആയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും നൗഫലും കൂടെയാണ് കൊടുത്തത്. പിന്നെ അതിന് ഈ ഇവിടുത്തെ സെറ്റപ്പില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹിഡൻ കഫേ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. നല്ല നല്ല ഒരു ആംബിയൻസ് നമുക്ക് അവിടെ തരുമ്പോൾ തന്നെ മനസ്സ് ഭയങ്കരമായിട്ടുള്ളൊരു ഫീൽ, ഒരു ഗുഡ് ഫീൽ നമുക്ക് തോന്നും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല എസ്തറ്റിക് ആയിട്ടാണ് അവിടെ ഡെക്കോർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ കോഴ്സ് വന്നത്. ബീഫ് ബിരിയാണി ഐ തിങ്ക് എന്താന്ന് ഞാൻ കഴിച്ചു. പിന്നെ നമുക്ക് ഗീ റൈസും ഗീ റൈസും പിന്നെ എന്തായിരുന്നു, ബട്ടർ ചിക്കനും. ഞാനത് കഴിച്ചില്ല, ഞാനിതാണ് കഴിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഇത്ര ഹവേഴ്സ് നിൽക്കാൻ പറ്റുള്ളൂ, അതിന് നമ്മൾ പോകണം. കാരണം ഇത്രയും പെർമിഷൻ നമ്മൾ അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പറയാനുള്ള 17 വയസ്സായിട്ട് നിന്റെ ലൈഫിലെ അപ്ഡേഷൻ പറഞ്ഞ എന്താ? നല്ല കുട്ടിയാവണം ഇനി. നല്ല നാള് അലമ്പായിട്ട് നടന്ന പോലെ നല്ല കുട്ടിയാവണം. +2 ഫുൾ എ പ്ലസ് അല്ല ഡബിൾ പാസ്, ഫുൾ ഡബിൾ പാസ്. പ്ലസ് മാറ്റി കണ്ണിട്ടാണ്ടിരിക്കാൻ അതങ്ങനെ. പിന്നെന്താ വേറെ എന്താ വാസിക്കാം? ഇതിലൂടെ ഞാൻ ജയിക്കുന്നു. കമന്റ് ബില്ലോ? അതെ, കമന്റ്. അല്ലാത്തപ്പോ വെറുതെ ബില്ലോ കമന്റ് ആണ്. ഇതാരാന്നറിയോ? ഞാനാണ്. ഇത് വാപ്പി. ഇത് ഞങ്ങളുടെ ഇക്കാക്കായിട്ടാണ് നിന്റെ വാപ്പിയായിരുന്നു അല്ലേ? ഞാൻ വേറൊരു ഗ്രൂപ്പിനെ ഞാനിവിടെ കൂടെ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഇത് വ്ലോഗിൽ പറയണ, ഇത് വ്ലോഗിൽ പറയാ. എന്റെ ഒരു ക്രിഞ്ചാണ് അത് ക്ഷീണിച്ചതാ. ആടി പുത്തത് ക്യാമറ കാണാൻ ഭംഗിയുണ്ടല്ലോ. എന്നിട്ട് ടയേർഡായ ഇതാ അതിഥി. ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഫോട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഇറങ്ങുകയാണ്. ഇറങ്ങാൻ നേരത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. പക്ഷെ ബാക്ക് ക്യാമറ രസം, ഫ്രണ്ടിൽ അങ്ങനെ ഒരു കണ്ടാ ഒരു കുഴപ്പമില്ല. നല്ലതാണ്.
എന്നെ കാണാൻ ഭംഗിയുണ്ട്. അതല്ലേ ഞാനും പറഞ്ഞത്. ഇത് ഹൈലൈറ്റ് ചെയ്യും. ഭംഗിയുണ്ട് ഇങ്ങനെ തല പൊക്കി വെക്കാം. വോയിസ് ഓവർ ചെയ്താൽ മതിയേ. ഓക്കെ. എന്റെ വോയിസ് ഓവർ എല്ലാവർക്കും ഇഷ്ടം. നിങ്ങളെന്തും പറഞ്ഞത്. സോ അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. നമ്മൾ പോണ വഴിക്ക് എൻ്റെ ഇക്കാക്കാൻ്റെ ഒക്കെ ഒരു റൂട്ടാണ്. അപ്പോൾ ഇക്കാക്കൊന്ന് വാ വെള്ളം കുടിക്കാമെന്ന്. പണ്ടും ഇങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഏതൊരു ഫംഗ്ഷന് പോയാലും നമ്മൾ വന്ന വഴിക്ക് ഫാമിലി ആയിട്ട് ഇറങ്ങി കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ കുടിക്കാണ്ട് നമ്മൾ വീട്ടിൽ കയറില്ല. അപ്പോൾ അതൊക്കെ അല്ലാണ്ട് മിസ്സാവുന്നുണ്ട് പണ്ടത്തേതൊക്കെ. സോ ഗൈസ്, അപ്പോൾ ഇന്നെൻ്റെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒന്ന് ഫ്രഷ് ആവാനുണ്ട്, മേക്കപ്പ് റിമൂവൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതും നമ്മൾ അത്ര എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അത്ര എഫോർട്ട് ഇട്ടിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.